അമ്മ ആടുന്ന പാട്ട് നല്ല അടിപൊളി പാട്ടായിരിക്കണം. പിന്നെ ഇവിടെ ഒന്നും നോക്കുന്നില്ല, തിമിർത്തം കൂടി കൊടുത്തു. പക്ഷെ എന്നെ സംബന്ധിച്ച് അടിച്ചു പൊളിക്കണമെന്ന് ആഗ്രഹം മാത്രമേ ഉള്ളൂ. എന്റെ മക്കളുടെ സപ്പോർട്ടാണ്. സ്റ്റേജിൽ ഡാൻസ് കളിച്ചാലും കൂടുതൽ ഇപ്പൊ ഇന്റർവ്യൂസിൽ ഡാൻസ് കളിച്ചല്ലോ. എങ്ങനെയാണ് ക്ഷീണിച്ചോ? ഡാൻസ് തുടരണം എന്നൊരാഗ്രഹമുണ്ട്. 90 വയസ്സ് വരെ ആടാൻ ഞാൻ തയ്യാറാണ്. ഇന്നലെ ഒരു വാർത്ത ഉണ്ടായിരുന്നു, മോഹൻലാൽ ചിത്രത്തില് അമ്മ അഭിനയിക്കാൻ പോകുന്നു. വിളിച്ചിട്ടുണ്ട്, ലാലേട്ടന്റെ പടത്തിൽ വിളിച്ചിട്ടുണ്ട്, വേറെ പടത്തിൽ വിളിച്ചു. ഇപ്പൊ നിങ്ങള് വൈറലായി പറഞ്ഞ ആളുടെ ചെറുപ്പം ഒരു 19 വയസ്സുള്ള പ്രായത്തിലുള്ള 20 വയസ്സുണ്ട്. വെൽക്കം ടു അബാക് മീഡിയ. എന്റെ കൂടെ ഉള്ളത് ആരാണെന്നുള്ളത് പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ തന്നെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ. ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ആ ഡാൻസ് അമ്മച്ചിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമസ്കാരം, വെൽക്കം ടു അബാക് മീഡിയ. എന്താണ് പറയുന്നത്? 2 ദിവസമായിട്ട് കേരളം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വൈറൽ കണ്ടന്റ് ആണല്ലോ അമ്മച്ചി. അന്നച്ചാ പിന്നെ ഒന്നുകൂടി നമുക്ക് ഇങ്ങനെ ഡാൻസിൻ്റെ ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും വന്നു സ്വീകരണം. അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ഒരു വിളി വന്നു തുടങ്ങി. അമേരിക്ക, ദുബായി, കുറേ സ്ഥലങ്ങളിൽ പുറത്ത് കയറ്റുന്നത് വിളിച്ചു. അപ്പോൾ ഇത് തന്നെ അവർ ചോദിച്ചു. കാരണം അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ് വന്നെത്തിയത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു സംഭവം പൊട്ടി വിടരും എന്ന് ഓർമ്മയില്ല, സ്വപ്നത്തിലും ഓർക്കണില്ല. അത് തന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ഞങ്ങൾ നമ്മുടെ മട്ടാമ്പി സ്ഥലത്ത് വിവാഹത്തിന് പോയതാണ്. എൻ്റെ ഭർത്താവിൻ്റെ കുടുംബക്കാരുടെ വീട്ടിൽ. അവിടെ ചെന്നു. എൻ്റെ മോനുണ്ടായി, സന്തോഷമുണ്ടായി, മോളുടെ കുട്ടി ഉണ്ടായി കൂടെ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇങ്ങനെ സാധാരണ തള്ളന്മാരുടെ കൂടെ ഞാനും കരുത് കാണുക ഈ ഡാൻസൊക്കെ കുട്ടികളിലെ. അത് മണവാളനൊക്കെ ഒരു ഇത് കൊടുക്കണമല്ലോ, ഇവിടെ ഇതാണല്ലോ. അവിടെ ചെന്ന് മക്കളെ ആടിയപ്പോൾ എൻ്റെ മോൻ അവരൊക്കെ കയറി ആടി, മാമനും കയറി വന്നവർ കയറി ആടി. അങ്ങനെ ആട്ടെല്ലാം കഴിഞ്ഞ് അവർ കൂടെ നിന്നപ്പോൾ ഞാനും അപ്പോഴും ഇരിക്കും. അപ്പം എൻ്റെ മോൻ എന്ത് പറഞ്ഞു, അമ്മ എന്ന് കയറിക്കണം, അമ്മ കയറുന്ന അടിക്കോ? ഓ, അന്നമ്മ ഒരു കാര്യം ചെയ്യും, അമ്മയും കയറാമെന്ന് പറഞ്ഞു. പിന്നെ ഒരു കാര്യമുണ്ട്, അമ്മ ആടുന്ന പാട്ട് നല്ല അടിപൊളി പാട്ടായിരിക്കണം. രഘുമാൻ സാറിൻ്റെ ശോഭന മേഡത്തിൻ്റെ പാട്ട് ഒരു മധുരക്കിനാവിൽ ആ പാട്ടായിരിക്കണം. ശരി, അമ്മയ്ക്കത് വെച്ചുതരാന്ന് പറഞ്ഞു. അത് വെച്ചു, ഞാൻ കയറി. പിന്നെ ഇവിടെ ഒന്നും നോക്കുന്നില്ല, തിമിർത്തം കൂടി കൊടുത്ത്. അത്ര തന്നെ അറിയാം. ആ ഒരു ഓർമ്മ ഡാൻസ് കഴിഞ്ഞപ്പോഴോ ഇതേങ്ങോട്ട് കഴിഞ്ഞു. ആ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് തോന്നിയോ ഇത്ര നന്നായിട്ട് ഞാൻ ഡാൻസ് കളിച്ചോ? അങ്ങനെ തോന്നിയോ? നമ്മുടെ മനസ്സിലത് തന്നെ. എനിക്ക് തന്നെ ഞാൻ തന്നെ ആണോ? ആ സ്റ്റെപ്പൊക്കെ ആരാ പഠിപ്പിച്ചു തന്നെ? അത് അപ്പൊ എടുക്കണ സ്വന്തമായിട്ട് കൊറിയോഗ്രാഫി ചെയ്തതാണ്. സത്യം പറഞ്ഞാൽ എത്ര വയസ്സ് മുതൽ ഡാൻസ് കളിക്കാൻ തുടങ്ങി? ഡാൻസ് ചെറുപ്പത്തിലൊക്കെ നമ്മൾ പിള്ളേരൊക്കെ ആയിട്ട് ഡാൻസ് ഇങ്ങനെ ആ പാട്ടൊക്കെ പാടി അങ്ങനെ നടന്ന് അങ്ങനെയേ ഉള്ളൂ. പിന്നെ എന്ന് പറഞ്ഞാൽ കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിക്കാനായിട്ട്. അപ്പോൾ കിച്ചണിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ടി വിയിൽ പഴയ പാട്ടുകൾ കാണും. ആ കാണുമ്പോൾ പാട്ട് ഡാൻസ് ആക്കി എടുക്കും. ഒന്ന് പതുക്കെ നോക്കും, അടുക്കളയിൽ കിച്ചണിൽ ചെയ്യും, ഓടിയൊരു ടി വിയിൽ നോക്കും, പിന്നെ നോക്കും. അങ്ങനെ ഓരോ പാട്ടുകളെ പാടുമ്പോൾ അടുക്കള സാധനം ഇങ്ങനെയൊക്കെ അത് കാണിക്കും, പിന്നെ ഇങ്ങനെ കാണിക്കും. എന്തായാലും ആവട്ടെ, എന്നാലും അത് കാട്ടിക്കൂട്ടാം, എന്നാലും ഇരുന്നിട്ടൊരു കല. അപ്പോൾ ഇവിടെ തൊട്ടടുത്തൊക്കെ എല്ലായിടത്തും ഇങ്ങനെ കുട്ടികളുടെ മാമോദീസ ഇങ്ങനെ കല്യാണങ്ങളൊക്കെ വരും. അപ്പോൾ അതിൽ കൂടെ ഞാൻ കയറി ആടും. അപ്പോൾ എനിക്കൊരു സന്തോഷം. അവിടെ ഇതുപോലെ കിട്ടണ സ്റ്റെപ്പ് എടുത്ത് ആടും. അപ്പൊ അവിടെയും അങ്ങനെ ആയിട്ട് നീങ്ങിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഡാൻസ് ഒക്കെ അറിയാവുന്ന ആൾക്കാരാണെങ്കിലും 10 പേരുടെ മുന്നിലൊന്ന് ഡാൻസ് കളിച്ചെന്ന് പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് പേടിച്ചു പോണ ആൾക്കാരുണ്ടല്ലോ. അമ്മച്ചിക്ക് അങ്ങനെ തീർച്ചയായിട്ടും ആ ഒരു പേടിയേ എനിക്കില്ല. എന്തിനാ, നമ്മുടെ ഉള്ളിൽ ധൈര്യം കാണാൻ അങ്ങോട്ട് കലക്കുക, അത്രേ ഉള്ളൂ. കിട്ടുന്ന ചൊപ്പം എടുത്തോണ്ട് കൈകാര്യം ചെയ്യാ. അവിടെ പൂച്ച എങ്ങനെ അറിഞ്ഞാലും 4 കാലം ഒന്ന് വീഴും. അപ്പൊ അവിടെ ആ അവിടെ നിൽക്കും. പിന്നെ അമ്മ ചെയ്യാ അറിയാമോ, അമ്മയ്ക്ക് ചെയ്ത് നോക്കട്ടെ, പ്രായ ആൾക്കാരല്ലേ, എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിച്ചു കൂട്ടാ. പിന്നെ അവിടെ കയറുക, പിന്നെ എനിക്ക് നോട്ടമില്ല, അങ്ങനെ കാട്ടി കൊടുക്കുക എന്തെങ്കിലുമൊക്കെ. അപ്പോൾ അവർക്ക് ഓരോ സ്റ്റെപ്പ് അപ്പം തന്നെ എടുക്കും.
ഇപ്പൊ സാധാരണ ഇപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് ഇപ്പൊ നമ്മുടെ ഫാമിലിയിലാണെങ്കിലും എന്തെങ്കിലും ഒക്കെ പോയി കഴിഞ്ഞാൽ ഇതുപോലെ ഡാൻസ് കളിക്കാനൊക്കെ ഭയങ്കര നാണമൊക്കെ ആണല്ലോ. ഇപ്പൊ കുടുംബക്കാരാണെങ്കിലും ഒക്കെ പറയുമല്ലോ എന്നൊക്കെ ചിന്തിക്കൂലേ? അങ്ങനെ ചിന്തയൊന്നുമില്ല. എന്തിനാ എന്നോട് ചിന്തിക്കണേ? എൻ്റെ മക്കൾ അതിന് സപ്പോർട്ടാണ്. എൻ്റെ 3 മക്കളും എന്തിനാ മോളെ അങ്ങനെ ചിന്തിക്കണേ? അതിനൊരു ഇതില്ല. നമുക്ക് ഉള്ളിൽ ഭയങ്കര ആഗ്രഹം. ഇന്നും എത്ര അമ്മമാര് അടുക്കളയിൽ കടന്ന് ഇങ്ങനെ മുരടിച്ചു പോകുന്ന ആൾക്കാരുണ്ട്. അവരുടെ ഉള്ളിൽ ഒന്നിൽ പാട്ട് കൊണ്ടോ അല്ലെങ്കിൽ ഡാൻസ് കൊണ്ടോ നൃത്തം കൊണ്ടോ എപ്പോഴായാലും എന്തേലും ചെറുപ്പത്തിലേ പഠിച്ചു വെച്ചിരിപ്പുണ്ടാവും അവരുടെ ഉള്ളിൽ. പ്രായം കഴിയുമ്പോൾ മക്കൾ വലുതും പറയുമോ? അല്ലെങ്കിൽ നാട്ടുകാർ തലയ്ക്ക് വേറെ ജോലിയില്ലേ എന്ന് പറയുമോ? അപ്പം അതൊക്കെ ഇങ്ങനൊരു അവരുടെ മനസ്സിലൊരു വേദനവും അവർ ചമ്മലുകൊണ്ട് അവരത് പുറത്തെടുക്കാൻ ആഗ്രഹിക്കൂല. ആഗ്രഹമുണ്ട്, അവരതിനെടുക്കാൻ മുന്നിടൂല. അല്ലെങ്കിൽ ഇതുപോലെ ആൾക്കാർ സപ്പോർട്ട് വേണം. അതില്ലാത്തതുകൊണ്ട് അതുങ്ങൾ അവിടെ കിടന്ന് അത് മൂടി അങ്ങനെ പോകും. പിന്നെ നമുക്ക് ഭയങ്കര വിഷമമല്ലേ. പക്ഷെ എന്നെ സംബന്ധിച്ച് അടിച്ചു പൊളിക്കണമെന്ന് ആഗ്രഹം മാത്രമേ ഉള്ളൂ. എൻ്റെ മക്കളുടെ സപ്പോർട്ടാണ്. അത് തന്നെ, പിന്നെ അപ്പുറം വേറൊന്നുമില്ല. ദൈവത്തിൻ്റെ കല്യാണം കഴിച്ച് വന്നപ്പോഴത്തേക്ക് ഭർത്താവ് ഭയങ്കര സപ്പോർട്ടായിരുന്നു ഡാൻസ് കളിക്കാനൊക്കെ? അമ്മ അതിൻ്റെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അന്നും തന്നെ അങ്ങനെയൊന്നും ഇല്ലല്ലോ പ്രായം. അന്നൊക്കെ ചെറുപ്രായമല്ല, അപ്പൊ നമുക്ക് എന്തെങ്കിലും കാട്ടിക്കൂട്ടാം. പക്ഷെ ഇന്നത്തെ ഇതിലാണ് നമുക്കൊന്നും അങ്ങോട്ട് കയറി പറ്റാൻ ബുദ്ധിമുട്ട്. പക്ഷെ അതിനും ദൈവം ശക്തി തന്ന് ഒരു കുഴപ്പമില്ലാണ്ട് നീങ്ങാം. അപ്പൊ എനിക്ക് തോന്നി എൻ്റെ പ്രായത്തിൽ എനിക്ക് കാണാൻ തോന്നി, അങ്ങനെ ആടിയതാണ്. ഇത്രയും വൈറലാവുമെന്ന് വിചാരിച്ചായിരുന്നോ? ഇല്ല, തീർച്ചയായിട്ടും വിചാരിച്ചില്ല. ഇത് മോനെ അങ്ങനെ വെറുതെ ഒന്ന് ഇട്ട് കൊടുത്ത് നോക്കി, ഡാൻസ് ആവുന്നതിനെ പിടിച്ച് ഇട്ടു. ഞങ്ങള് പോലും അറിഞ്ഞില്ല വീഡിയോ എടുക്കാമെന്ന് അറിഞ്ഞേയില്ല. ദൈവം അവന് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. ഇത്രയും പേര് ഇന്റർവ്യൂ ഒക്കെ എടുക്കാൻ വരുന്ന ഒരുപാട് പേര് ഫോണിലൊക്കെ വിളിക്കുന്നത് എന്താ തോന്നുന്നേ? നമുക്കൊരു അഭിമാനിക്കാനും ദൈവമേ വളരെ സന്തോഷം. എത്രേ നന്ദി പറഞ്ഞു പറ്റിയില്ല. അത്രേ സന്തോഷം എന്നുവെച്ചാൽ മോളെ പ്രതി മാഡം കുഴപ്പമില്ലല്ലോ മോളേന്ന് വിളിച്ചാൽ മതി, മാഡം എന്നൊന്നും വിളിക്കണ്ട. അപ്പൊ എത്രത്തെ നമുക്ക് നമ്മുടെ പ്രതീക്ഷകൾ എന്ന് വെച്ചാൽ ഒരു സൂര്യ അസ്തമിച്ചു കഴിഞ്ഞാൽ ആ അസ്തമത്തിൽ തന്നെ ഇരുട്ടായില്ല, പിന്നെ അവിടെ വെട്ടയില്ല. പിന്നെ ആ ആള് തന്നെ ഉദിച്ച് വരുന്ന മാത്രം ഒരു പ്രകാശം കിട്ടുള്ളൂ. ആ പ്രകാശത്തിന് ആഗ്രഹിക്കുന്ന ആളെ ഇരുട്ടിലോട്ട് പോകാൻ ഒട്ടും ആഗ്രഹമില്ല. അത് എൻ്റെ മക്കളുടെ ദൈവത്തിന്. കലയാണ് ജീവിതം അല്ലേ? പിന്നെ അല്ലാണ്ട് നമ്മൾ ചിരിച്ചാൽ തന്നെ ഒരു കലയല്ലേ? ഒന്നിങ്ങനെ നോക്കിയാൽ തന്നെ ഒരു കലയല്ലേ? ഒന്ന് കണ്ടുവെട്ടിച്ച് നോക്കിയാലും കലയല്ലേ? എല്ലാം കല. നമ്മുടെ സംസാരം കല, നമ്മൾ നടക്കணும் കല, എല്ലാം ഒരു കല. ആ കലയില്ലാണ്ട് എന്ത് ജീവിതം? ഈ അവാർഡ് വിളിപോലെ നിന്നിട്ട് എന്താ കാര്യം? നാട്ടുകാരെന്ത് പറയുമെന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലേ? അത് അവരങ്ങനെ അതിപ്പോൾ എവിടെ നിന്നും വരില്ലോ പല രീതിയിൽ. എന്നാലും എന്ന് പറഞ്ഞാൽ പല രീതിയിൽ എല്ലായിടത്തും പോകും. നമ്മൾ ശ്രദ്ധിക്കണ്ട. അത് കുറ്റം പറയണ്ട. നമുക്ക് അത് ശ്രദ്ധിക്കണ്ട. നമ്മൾ ഇതിലോട്ട് നീങ്ങുക. നമ്മുടെ ഒരു ആഗ്രഹം പോലെ ഇത് ചെയ്യണം, അവതരിപ്പിക്കണം, സ്റ്റേജിൽ കയറണം. പിള്ളേരെ കടമ്പ എനിക്കൊന്ന് ആടാം. അപ്പം നമുക്ക് കൊച്ചിൻ്റെ ഇഷ്ടവും തള്ളന്മാർ കയറിയാ. അപ്പോൾ എന്ത് ചെയ്യും? തള്ളന്മാരൊപ്പം ഞാൻ കയറും. അപ്പോൾ തള്ളന്മാർ ഞങ്ങളിങ്ങനെ ആടും. പക്ഷെ കുട്ടികൾ വാ മാമേ നമുക്ക് ആടാന്ന് പറയും. അന്ന് ശരി, ഓക്കെ. പിള്ളേരും ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ തീർച്ചയായിട്ടും. അമ്മച്ചിക്ക് ചെറുപ്പത്തിലെ എന്തെങ്കിലും ഒരു നൃത്തം പഠിക്കണം അങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നോ? മോഹിനിയാട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നോ? ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കത് അതിനോട് അങ്ങോട്ട് ഇല്ലെങ്കിൽ നമുക്കൊരു പഠിപ്പുണ്ടെങ്കിൽ നമുക്കതിൽ ഇതുള്ളൂ. പഠിപ്പ് വെച്ചാൽ കുറവാ, പഠിപ്പൊന്നുമില്ല. നിങ്ങൾ പറയണ വാക്കുകൾ ഞങ്ങൾ ശരിച്ചൊക്കെ വായിക്കും. നമ്മൾ ടീച്ചർമാർ ഞങ്ങൾ സാക്ഷരം എടുക്കും. അമ്മമാരുടെ സാക്ഷരത, തള്ളന്മാരുടെ സാക്ഷരത, അതിലാണ് കുറച്ച് എഴുതാനത്ര ക്ലിയർ അല്ല. വായിക്കും, ഒറ്റയ്ക്ക് ബസ്സിലൊക്കെ പോയാൽ വായിക്കും. പിന്നെ പിള്ളേർ അകത്ര അകലൊന്നും പോകില്ല, പിള്ളേരൊപ്പം പോകുള്ളൂ. അയ്യോ പറ്റൂല. പക്ഷെ ഇപ്പോഴും ഓരോന്ന് കാണിക്കുമ്പോഴൊക്കെ ഇപ്പൊ കറക്റ്റ് പഠിച്ച ആൾക്കാരെ പോലെയാണല്ലോ ഭാവങ്ങളൊക്കെ വരണേ. അതൊക്കെ എങ്ങനെ എടുത്തു? അതൊരു കലയായിരിക്കും. ചിലതൊക്കെ നമുക്ക് ഉള്ളിലുണ്ട് അല്ലേ? ഉള്ളിലുണ്ട് കല. അതല്ലേ പുഷ്പം പോലെ പുഷ്പിച്ചു ഒരു എന്തിനും നമുക്കിതാണ്. അതുകൊണ്ടൊക്കെ സന്തോഷമുള്ള പോലെ എന്നുവെച്ചാൽ നമ്മൾ ഇങ്ങനെ ഇത് കിട്ടുക, ഇങ്ങനെ നമ്മൾ സംസാരിക്കുക, ഇങ്ങനെ ഇട കിട്ടിയതും എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹ കാരണന്മാരെ കുരുത്തം വെച്ചാൽ എൻ്റെ കാരണവർ തന്നെ ആ മോളിൽ ഇത് കാണുന്നുണ്ട്, സന്തോഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എൻ്റെ ഭർത്താവും എൻ്റെ അപ്പനും എൻ്റെ അമ്മയൊക്കെ തീർച്ചയായിട്ടും. പക്ഷെ മക്കൾ നല്ല ഇഷ്ടമെങ്കിലാണ് കൊടുക്കുന്നത്. അമ്മ ഒന്നും നോക്കട്ടെ, ഞങ്ങൾ ധൈര്യം തന്നെ. ഇവരിപ്പോഴത്തെ ആൾക്കാർക്ക് അപ്പോൾ മോനെ ഇങ്ങനെ ചുരിദാറും ടോപ്പൊക്കെ എൻ്റെ അമ്മ എന്തിനാ നാണിക്കണേ? അമ്മ ഇട്ടാലും കുഴപ്പമില്ല, എന്നാലും ഒരു ചമ്മലുണ്ടാവില്ല. അന്നാലും കുട്ടികൾ പറയും എൻ്റെ അമ്മ. അപ്പോൾ സ്കൂട്ടറിൻ്റെ പുറകെ പോവുകയെ എൻ്റെ പൊന്നമ്മ അമ്മ ചായ അമ്മ ചുരിദാർ ഇടാൻ പറയും. അതെ. അപ്പം ഞാൻ എൻ്റെ മോനത് ശരിയാവൂല, അമ്മ എടുത്തിട്ടേ എന്ന് പറഞ്ഞ് എടുത്തിടും.
ഓ സമാധാനമുണ്ട്. സാരി ഏറ്റൊന്നും എടുത്തു കുത്തുന്നൊന്നും നോക്കണ്ടല്ലോ. അങ്ങനെയൊക്കെ അടുത്തൊക്കെ പോകുമ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് പിള്ളേരൊപ്പം പോകുമ്പോഴേ അങ്ങനെ കൂടുതൽ നിൽക്കുള്ളൂ. അങ്ങനെ പിന്നെ നമ്മളെ കേരളത്തിൻ്റെ ഡ്രസ്സ് മറക്കാൻ പാടില്ല, സാരി സെറ്റ് കൊണ്ട് അത് എന്നും വേണം. അയ്യോ അതല്ല മുഖ്യം. പിന്നെ അതല്ലോ, പിന്നെ ഇവിടുത്തെ മോഡലല്ലല്ലോ. ഇപ്പൊ ശരിക്കും പറഞ്ഞ ഇപ്പം ഇങ്ങനെ പാട്ട് പാടാൻ ആഗ്രഹം ഉണ്ടായിട്ട് ഡാൻസ് കളിക്കാനൊക്കെ ആഗ്രഹം ഉണ്ടായിട്ട് ആൾക്കാരൊക്കെ എന്തെങ്കിലും പറയുമോ കളിയാക്കോ എന്നൊക്കെ പേടിച്ച് സ്റ്റേജിൽ കയറാനൊക്കെ മടിച്ച് നിൽക്കുന്ന ആൾക്കാരോട് എന്താ പറയാനുള്ള? അവരോട് തീർച്ചയായിട്ടും അങ്ങനെ നിൽക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. നിൽക്കരുത്. കാരണമുണ്ട്. എൻ്റെ അമ്മമാർ, നിങ്ങൾക്ക് ഉള്ളിൽ ആഗ്രഹമുണ്ട്. ആ ഉള്ളിലെ ആഗ്രഹം എങ്ങനെയായാലും പിള്ളേർ വഴിയോ അല്ലെങ്കിൽ നാട്ടുകാർ വഴിയോ അല്ല അയലക്കാവ് വഴിയോ അല്ല നമ്മളെ പേരക്കിടാങ്ങൾ വഴിയോ അവർ സപ്പോർട്ട് വന്നാൽ നിങ്ങൾ കയറണം, ആടണം, അടിച്ചു പൊടിക്കണം, പുറകോട്ടാവരുത്. നമ്മളൊരു മുന്നോട്ട് വെച്ച കാര്യം പിന്നോട്ട് എടുക്കരുത്. അത് മുന്നോട്ട് തന്നെ കൊണ്ടുപോകണം. നമുക്ക് ദൈവം തുണയുണ്ട്. അത് ചിന്തിച്ച് അങ്ങോട്ട് പോവുക. അവരോട് അത് തന്നെ പറയാനുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങളും ഇതുപോലെ പുറത്തോട്ട് വന്നേക്കണം. അതകത്ത് ഒളിച്ചിരിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കല ഹൃദയത്തിൽ വിളിച്ചിരിപ്പുണ്ട്. അത് നമ്മൾ പുറത്തേക്ക് കാണിക്കണം. ചെറിയൊരു ജീവിതത്തിൽ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കാം. പിന്നെ തീർച്ചയായിട്ടും മോളെ. അല്ലാണ്ട് നമ്മൾ ദൈവമാക്കാരും പ്രശ്നങ്ങൾ നമ്മുടെ കുടുംബം, ഒരു പ്രശ്നമില്ലാത്ത ഒരു കുടുംബവും ഇല്ല. വേദനകളും വിഷമങ്ങളും എല്ലാം ഉണ്ടാവും. പക്ഷെ നമ്മളതിങ്ങനെ 24 മണിക്കൂർ നോക്കിയിടുന്ന നമുക്കൊരു പിടുത്തം കിട്ടില്ല. ജീവിതത്തിൽ സമാധാനം ഉണ്ടാവും. അത് നമ്മൾ അല്പനേരം മാറ്റിയെങ്കിലും വെക്കുക. അത്ര തന്നെ അവതരിപ്പിച്ച് തട്ടി കൊടുക്കുക. സ്റ്റേജിൽ ഡാൻസ് കളിച്ചാലും കൂടുതൽ ഇപ്പൊ ഇന്റർവ്യൂസിൽ ഡാൻസ് കളിച്ചല്ലോ. എങ്ങനെയാണ്, ക്ഷീണിച്ചോ? ഇല്ല, വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ അങ്ങോട്ട് പോണ്. ഇല്ല, അപ്പൊ ഡാൻസ് തുടരും. ഡാൻസ് തുടരണം എന്നൊരാഗ്രഹമുണ്ട്. 90 വയസ്സ് വരെ ആടാൻ ഞാൻ തയ്യാറാണ്. ദൈവം അപ്പോഴും ശക്തി തരികയാണെങ്കിൽ. തീർച്ചയായിട്ടും ദൈവം അപ്പോഴും ശക്തി തരട്ടെ. ഞങ്ങളത് കാണാൻ റെഡി ആയിട്ടിരിക്കും. ആയിക്കോട്ടെ. 100-ലോട്ട് പോയാലും കുഴപ്പമില്ല. പ്രായം അപ്പോഴും എനിക്ക് അത് തന്നെ തകർക്കണം എന്നുള്ളത്. പിന്നെ തമ്പുരാന്റെ കയ്യിൽ. അപ്പൊ നമ്മൾ ഇനി അടുത്തതായിട്ട് വിളിക്കാൻ പോകുന്നത് ഈ വീഡിയോ നമുക്ക് എല്ലാവർക്കും എത്തിച്ചു തന്ന ആ അതുല്യ കലാകാരനെയാണ്. അമ്മയുടെ മകനാണ് ഔവൈ സന്തോഷ്. സാധാരണ എല്ലാവരും ഈ പ്രായമായ മാതാപിതാക്കളും ഒക്കെ ഇങ്ങനെ ഒതുക്കി ചുരിദാറിടണ്ട, സാരി മാത്രം കൊടുത്താൽ മതി, അമ്മ ഇങ്ങനെ അമ്മയായിട്ട് ഇരുന്നാൽ മതി, പാട്ട് പാടണ്ട, മറ്റുള്ളവർ അങ്ങനെ പാടുന്ന രീതിയിൽ ഡാൻസ് കളിക്കണ്ട, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പൊതുവെ കണ്ടുവരുന്നത്. ഇതിനകത്തൊക്കെ വ്യത്യാസമായിട്ട് അമ്മ കയറി ഡാൻസ് കളിക്കമ്മേ എന്ന് പറഞ്ഞിട്ട് അത് വീഡിയോ എടുക്കാൻ ഈ ഒരു മെന്റാലിറ്റി എവിടെന്നാ വന്നത്? മെന്റാലിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുപോലെ കുറെ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. കാരണം ഓരോ അമ്മമാരുടെയും അനുഭവമുള്ള കാര്യങ്ങൾ കേട്ടാ. ചില മക്കൾക്കൊക്കെ ഞാൻ അങ്ങനെ പറയണ്ട, എടാ അതിന് നല്ല കഴിവുണ്ടൊക്കെ അമ്മയ്ക്ക്, എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിക്കണം, നല്ല ചേട്ടയ്ക്ക് എന്തേ അതൊന്നും ശരിയാവില്ല, അത് നാണക്കേട് എന്നൊക്കെ. ഇതാണ് ഇവരുടെ മനസ്സിൽ വരുന്നത്. ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു പ്രത്യേകത ആയിരിക്കാം. നമ്മുടെ പ്രായത്തിലുള്ളവരുണ്ട് കേട്ടാ, നമ്മുടെ അറിവിലുള്ളവരൊക്കെ ഉണ്ട്, പരിസരത്തുണ്ട്. അപ്പൊ ഞാൻ പറയും, എടാ അങ്ങനെയല്ല, അവരുടെ കഴിവല്ലേ, അതങ്ങനെ വിട്. അവർക്ക് വല്ല ഇപ്പൊ ചുരിദാറിട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പൊ ഇയാൾ പറഞ്ഞ പോലെ തന്നെ ഈ അമ്മയ്ക്ക് വേറെ പണിയില്ല, ഇവർക്ക് ആളെ വേണം കിടത്താനായിട്ട്, ഇങ്ങനെയൊക്കെയാണ് പോണത്. അപ്പൊ സാരി എടുത്ത് തന്നെ അങ്ങോട്ട് പോകാം, അത് നല്ലത്. അപ്പൊ ഞാൻ പറയണത് അവര് അത് നല്ലത്. ഇപ്പോഴത്തെ കാലം ശരിക്കും പറയും അമ്മമാർക്കൊക്കെ സാരിനൊക്കെ നല്ല ചുരിദാറാ, സേഫ്റ്റിയാണത് എല്ലാം കൊണ്ടും. അല്ലെങ്കിൽ വലിച്ചത്ത് കുത്താനും പിടിക്കാനൊക്കെ നിൽക്കേണ്ടി വരും. അപ്പൊ ഞാൻ ഏറ്റവും നല്ല കാര്യം അത് ചെയ്യും. അതൊക്കെ നമ്മൾ പറയാം. പക്ഷെ അവർക്കത് താല്പര്യമില്ല. പക്ഷെ അതിന് നേരെ ഓപ്പോസിറ്റാണ് ഞാൻ. നമ്മളെല്ലാം അവർക്ക് അമ്മയുടേതായ സ്വാതന്ത്ര്യം നമ്മൾ ഇട്ട് കൊടുത്തേക്കാണ്. നമുക്ക് ആഗ്രഹം എന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, സപ്പോർട്ടായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നോ ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. ഞങ്ങൾ 3 മക്കളും അങ്ങനെയാണ്. 3 മക്കളും മരുമോളും ഒക്കെ അതിനുള്ള സപ്പോർട്ടാ. അയ്യോ എന്ത് ദിവസം ചെയ്യാൻ അത് പറയും, അവര് പറയും. അവരെ മുന്നിൽ, മക്കളെ മുന്നിൽ പെങ്ങന്മാരായാലും ഞാൻ പറയും, എവിടെയെങ്കിലും പോകുമ്പോൾ അത് എടുത്താൽ നല്ലത്. ഈ വാരി വലിച്ചിട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. എന്തിനാ പിടിച്ചിരിക്കാൻ പറ്റില്ല വണ്ടിയിലൊക്കെ പോകുമ്പോഴേ, മറ്റാൾ ഫ്രീ ആയിട്ട് ഇരിക്കുക. അങ്ങനെയൊക്കെ നമ്മളങ്ങനെ ഞാൻ സ്കൂൾ സപ്പോർട്ട് ചെയ്യണം എന്തിനും. അത് യാതൊരു മാറ്റവും ഇല്ല. കട്ട സപ്പോർട്ടാണ് ഞങ്ങൾ 3 മക്കളൊക്കെ. അയ്യോ എല്ലാരും കുടുംബം തന്നെ ശരിക്കും കലാകാരന്മാരുടെ കുടുംബമാണല്ലോ. ഇപ്പൊ ഞാൻ പുറത്തുനിന്ന് കണ്ടു ചേട്ടൻ മകൻ ബാൻഡ് ഒരു ടീമിന്റെ ഒപ്പം. ചേട്ടൻ ഔവൈ സന്തോഷ് എന്ന് പറഞ്ഞിട്ട് ഹവൈ ഷൺമുഖിയുടെ ഡാൻസ് ആദ്യമായിട്ട് സ്റ്റേജിൽ അവതരിപ്പിച്ചു. കമലഹാസനോടുള്ള ഫോട്ടോയും അങ്ങനെ. അമ്മയാണെങ്കിൽ അടിപൊളിയായിട്ട് ഡാൻസ് ചെയ്തത്. ഞാൻ പറയുമായിരുന്നു, എനിക്ക് ഓരോ ഭാവങ്ങളൊക്കെ കാണിച്ചു തരുമ്പോ തന്നെ കൃത്യമായിട്ട് ഇതൊക്കെ പഠിച്ച ആൾക്കാരുടെ പോലെ തന്നെയാണ് തോന്നുന്നത്. അപ്പം ഈ ഒരു ഫാമിലി ഫുള്ളിങ്ങനെ ഈ കല കൊണ്ട് പോകുന്നോണ്ട് ഭയങ്കര ഹാപ്പിയാണ്. നിങ്ങളുടെ മുഖത്ത് എനിക്കത് അറിയാൻ പറ്റുന്നുണ്ട്. എന്നാലും തീർച്ചയായും അതൊക്കെ ഞങ്ങൾ ഹാപ്പി തന്നെ. കാരണം നമുക്കൊരു ടെൻഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനെ കാര്യം ചെയ്ത് ഞാൻ സാധനമൊക്കെ അങ്ങോട്ട് പോകും. കാരണം നമുക്ക് ടെൻഷൻ ഇല്ലാത്തവരാരും ഇല്ല. ഞങ്ങൾക്ക് ആ ടെൻഷൻ ഉള്ളവർ തന്നെയാണ് ഓരോ കാര്യങ്ങൾക്കായാലും. പക്ഷെ നമുക്കത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഫാമിലി ആയിട്ട് വല്ല ഡാൻസോ
പാട്ടും അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. നമ്മള് എന്തെങ്കിലും എൻ്റെ ഇപ്പൊ ഈ വീട്ടില് ഇപ്പൊ ഓണോ വിഷു എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം അളിയന്മാരും എല്ലാവരും എൻ്റെ വീട്ടിലേ വരുള്ളൂ. കാരണം ഇവിടെ പൊളിയായിരിക്കും. അയ്യോ, വേറെ അപ്പുറത്തൊക്കെ ബന്ധുക്കാരുടെ വീടൊക്കെ ഉണ്ട്, അങ്ങോട്ടൊന്നും പോകില്ല, ഇവിടെ വരുള്ളൂ. കാരണം എൻ്റെ വീട് അങ്ങനെയാണ് ചെയ്യുന്നത്. എല്ലാവരും ആട്ടവും പാട്ടും, അമ്മയുടെ അനിയത്തിയാണെങ്കിലും പാടിയന്മാരാണെങ്കിലും എല്ലാവരും ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ അടിച്ചു പൊളിക്കും ഞങ്ങൾ ഫ്രണ്ടില്. ഇപ്പൊ സ്പീക്കറുണ്ട്, സ്പീക്കറിൽ കരോക്കെ പാട്ടും പാടി ഭയങ്കര ഹാപ്പി ആയിരിക്കും. അപ്പൊ എങ്ങോട്ട് വരാനും അവർക്ക് എല്ലാവർക്കും ഇഷ്ടം. നമ്മുടെ എൻ്റെ റിലേഷൻ എല്ലാവരും സന്തോഷത്തിന്റെ വീട്ടിൽ പോകണം, അവിടെ പോകണം, ഇവിടെ വന്നാലേ എനിക്ക് സന്തോഷമുള്ളൂ. അലിയനെ വിളിച്ചോളൂ, ഞാൻ വരട്ടാ മാമയെ മോള് പഠിക്കാൻ നേഴ്സിങ്ങിന് പോകണം, ഞാനും വരട്ടാൻ പാടില്ല. അവളും ഡാൻസ് ചെയ്തു കേട്ടോ. അയ്യോ, നല്ല ഡാൻസ് ചെയ്യോള്. നമ്മുടെ കൈരടിയിൽ താരോത്സവം എന്നുള്ള ഒരു പരിപാടിയിലൊക്കെ ഭയങ്കര പേര് കിട്ടിയ ആളാ. ഫാമിലി ഫുള്ള് നല്ല നല്ല കഴിവുകളുള്ള ആളുകളാണ്. അതില് ഭയങ്കര ഒരു ലക്ക് തന്നെയാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഈ മോനുണ്ട് താരോത്സവത്തിൽ ചെറുത് കാണിക്കുന്നത്, ഈ അവളും അലീനെ, അവർ രണ്ടാളും. ചേട്ടൻ ഇപ്പം ചെറുതായിട്ടൊരു വീഡിയോ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുമ്പോ വിചാരിച്ചിരുന്നോ അമ്മ ഇത്രയധികം വൈറലാകും? ഒരിക്കലും ഇല്ല. കാരണം നമുക്ക് ആഗ്രഹമുണ്ട്, അത് നമുക്കൊരു നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരെങ്കിലും വേണം അതിനൊക്കെ. ഞാൻ ഒരുപാട് രാജ്യങ്ങൾ കറങ്ങിയതായിട്ടാണ്. എന്നെ സപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാർഷിക കോട്ടയം നസീർ ഇവരൊക്കെയാണ്. അപ്പോൾ കൂടുതൽ ട്രിപ്പ് എന്ന് പറഞ്ഞ രാജ്യങ്ങൾ സകലതും കറങ്ങി. അമേരിക്ക, ആഫ്രിക്ക, സിംഗപ്പൂർ, മലേഷ്യ എല്ലാം. സ്റ്റേജ് ഷോയൊക്കെ ഞാൻ പോയിട്ടുണ്ട്. ഞാൻ നാദർശക്കോട് കൂടെ പോയി. പിന്നെ മജീഷ്യൻ സാമരാജ് സാറ് ഇവരോടൊക്കെയാണ് പരിപാടിക്ക് പോയേക്കുന്നത്. അപ്പോൾ സകല രാജ്യം, അപ്പോൾ നമുക്ക് ആ കഴിവും നമ്മൾ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നവര്, പക്ഷെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മളാണ്. ഇന്നലെ ഒരു വാർത്ത ഉണ്ടായിരുന്നു, മോഹൻലാൽ ചിത്രത്തില് അമ്മ അഭിനയിക്കാൻ പോകുന്നത്. ശരിയാണോ? സിനിമയിലൊക്കെ വിളികളൊക്കെ വന്നോ? വിളിയൊക്കെ വന്നത് അത് ഞാനും കൂടി പറഞ്ഞത്. കാരണം എനിക്കത് വേറൊന്നുമല്ല, ഇങ്ങനെ വിളിച്ചതാണ്. പിന്നെ ഞാൻ ആലോചിച്ചത് പറയണ്ടായിരുന്നു, നമുക്ക് വിളിച്ചെന്ന് പറഞ്ഞാൽ മതി. കാരണം കിട്ടിയില്ലെങ്കിൽ അതൊരു മോശമാവുമല്ലോ എന്നുള്ളൊരു ഒരു ബുദ്ധിമുട്ട് കൂടെ നമുക്കുണ്ട്. പക്ഷെ എന്തായാലും വിളിച്ചിട്ടുണ്ട്. ലാലേട്ടൻ്റെ പടത്തിന് വിളിച്ചിട്ടുണ്ട്, വേറൊരു പടത്തിന് വിളിച്ചു. ഇന്നലെ ഒരു പടത്തിന്റെ സോങ്ങിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് അമ്മേനെ വിളിച്ചിട്ടുണ്ട്. ഇന്നലെ അവര് വന്നു, ഇവിടെ പ്രൊഡ്യൂസറും ഡയറക്ടറും വന്നു. എന്തായാലും അവസരങ്ങൾ ഇങ്ങനെ തേടി വന്നോണ്ടിരിക്കും. റെഡി ആണോ ഇതൊക്കെ ചെയ്യാൻ? എനിക്ക് മതിയായി, എനിക്ക് വയസ്സായി, പ്രായമായി, ഇങ്ങനെ ശരിയാവൂല. അങ്ങനെ ആ മൈൻഡ് ഇല്ല. അല്ല, സിനിമ എങ്കിൽ സിനിമ, ഡാൻസ് എങ്കിൽ ഡാൻസ്, പ്രൊമോഷൻ എങ്കിൽ പ്രൊമോഷൻ. റെഡിയാണ് അല്ലേ? റെഡിയാണ്. അതൊക്കെ ഭയങ്കര ഇഷ്ടമായി. ജയഭാരതിനൊക്കെ ആക്ടൊക്കെ ചെയ്യും. ജയഭാരതി, ഷീല അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പാട്ടിട്ട് കഴിഞ്ഞ് ഭയങ്കര അഭിനയിക്കും നന്നായിട്ട്. എന്തായാലും ഞങ്ങൾ ഇനി ഇത് ഭയങ്കര വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇതിനെക്കാട്ടിയും അടിപൊളിയായിട്ടുള്ള വീഡിയോസ് ഇനി ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഇറക്കാൻ എടുത്തത് അമ്മയുടെ പേരിൽ ഒരു ചാനലൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഞങ്ങൾക്ക് പുതിയ പുതിയ കണ്ടന്റുകൾ തരുമില്ലേ? തീർച്ചയായിട്ടും. ഇപ്പൊ നിങ്ങള് വൈറലായി എന്ന് പറഞ്ഞ ആളുടെ ചെറുപ്പം ഒരു എത്ര 13 വയസ്സ് 14 വയസ്സ് എത്ര വയസ്സാ? ഇല്ല, അന്നങ്ങാണ്ട് 19 വയസ്സ്. 19 വയസ്സുള്ള പ്രായത്തിലുള്ള 20 വയസ്സുണ്ട്. അതിന്റെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ആണ് ഇത്. ഇത് മൂത്ത പെങ്ങള്, ഇതാണ് ഞാൻ. പിന്നെ ഇത് രണ്ടാമത്തെ പെങ്ങള്. അപ്പച്ചന്റെ ഫോട്ടോയാണോ? ഇത് അപ്പച്ചന്റെ. അപ്പച്ച മരിക്കുന്നതിന് മുമ്പുള്ള. ഇതും അപ്പനെ അറിയാണ്ടേ എടുത്ത ഫോട്ടോയാ. ഞാൻ ഇവിടെ ഞങ്ങൾ പഴയ വീടുള്ളപ്പോ ഇരുന്ന് ഫുഡ് കഴിക്കണ സമയത്ത് അപ്പനൊരു വർത്താൻ പറഞ്ഞിരിക്കും, ഞാനിന്ന് ഫുഡ് കഴിച്ചോണ്ടിരിക്കും. അപ്പൊ എനിക്ക് അന്നൊരു ഫോൺ, നോക്കിയുടെ ഒരു ഫോൺ കിട്ടി. അതുകൊണ്ട് ഞാൻ അറിയാണ്ട് നിന്ന് നെക്കെടുത്ത ഫോട്ടോയാണത്. ഇതാണ് എൻ്റെ മെയിൻ ആള്. ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന സ്നേഹിക്കുന്ന ഒരാളും കൂടിയാണ്. പുള്ളിയുടെ അദ്ദേഹം ചെയ്ത ഡാൻസ് ചെയ്ത് ഞങ്ങൾ കുറെ അരി മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഷൺമുഖിയും പിന്നെ അപൂർവ സഹോദരൻ കുള്ളന്റെ ഡാൻസാണ് എൻ്റെ മെയിൻ. അത് രണ്ടും ഉള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് സകല രാജ്യങ്ങളും കറങ്ങാനുള്ള ഒരു ഭാഗ്യം എനിക്ക് അങ്ങനെ കിട്ടിയത് അദ്ദേഹത്തിനാണ്. പക്ഷെ അദ്ദേഹത്തിന് കൂടെ വേറൊരു ഭാഗ്യം കൂടി കേട്ടോ, അദ്ദേഹത്തിന്റെ കൂടെ 2 സ്റ്റേജ് പ്രോഗ്രാം ചെയ്യാനുള്ള ഒരു ഭാഗ്യം കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഓഡിയൻസിനോട് ഒന്ന് പറഞ്ഞേര്. എന്റെ പരിപാടിക്ക് സപ്പോർട്ട് ചെയ്ത ആൾക്കാരും ഓഡിയൻസും എല്ലാ ആൾക്കാർക്കും വേണ്ടി എൻ്റെ വക ഒരു നന്ദി.
എന്റെ പേരിലും എൻ്റെ പേരിലും ആ മോഹൻലാൽ. പക്ഷെ ഇത് പറഞ്ഞ അങ്ങനെ ഒരു പരിചയം ഈ അമ്മയ്ക്കില്ല മക്കളെ. തെറ്റ് വന്നാലും സഹകരിക്കാം. നന്ദി, നമസ്കാരം.